നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഒരു പിക്കിലേക്കൊന്ന് നോക്കുക. രേണുസുതി ചെയ്തൊരു വീഡിയോയുടെ പിക്കാണ്. തിരിച്ചു വരാൻ എനിക്ക് സാധിക്കില്ല. ഇനി എൻ്റെ മുടി പോയി, ആരോഗ്യം പോയി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയാൽ മതി. പ്രിയ രേണുസുതി, അറിവിലേക്ക് പറയുക, കുറച്ച് പ്രൈവസി സൂക്ഷിച്ച് സ്വന്തം കുടുംബത്തിൽ സ്വന്തം ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് നാൾ റെസ്റ്റ് എടുത്ത് നല്ല ചിന്തകളും മനസ്സിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യൂ. എന്തിനാ ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതും അനങ്ങുന്നതും എല്ലാം വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? നമുക്ക് നമ്മുടേത് മാത്രമായ കുറച്ച് പ്രൈവസി ഇല്ലേ, അതൊന്ന് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രേണുവിനെ കുറിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില മൂല്യച്യുതികളും പുനർവിചിന്തനവും എന്നുള്ളതാണ്. അത് ഇപ്പോൾ കലാരംഗത്ത് നിന്നു പോകുന്ന ശ്രീമതി രേണുസുതിയെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ എൻ്റെ ഒരു വിശകലനം. നമുക്കറിയാം, കലാകാരനായിരുന്ന കൊല്ലം സുധി, ആ കൊല്ലം സുധിയുടെ പേരില് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് തന്നെ ആ പേരിന്റെ വാല് വെച്ച് തന്നെ കലാരംഗത്ത് ആളാകാനായിട്ട് കയറി വന്ന ഒരാളാണ് രേണുസുതി. ബിഗ് ബോസിൽ വരികയുണ്ടായി. ബിഗ് ബോസിന് ശേഷവും നമ്മൾ കാണുന്നു കലാരംഗത്ത് പലതരത്തിലുള്ള ചെറിയ ചെറിയ ആൽബങ്ങൾ, പിന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ്, ഇനാഗുറേഷൻ, ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് 24 മണിക്കൂറുണ്ടെങ്കിൽ 48 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറാൻ സമയമില്ലാതെ വായി തോന്നുന്ന കൊതക്ക് പാട്ടെന്ന രീതിയിൽ പറഞ്ഞു പോന്നിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് രേണുസുതി. ഈ രേണുസുതി പറയുന്ന ഓരോന്നും കേട്ടിട്ട് ആ രേണുസുതിയെ തന്നെ കണ്ടന്റ് എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്ന നിരവധി ആൾക്കാരും നമുക്കിടയിലുണ്ടായിരുന്നു. ഈ വ്യക്തി, രേണുസുതി എന്ന വ്യക്തി, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സുധി എന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു കുറെ നാള് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാൻ നേരമില്ല. അവര് ഉറങ്ങുന്നത് തന്നെ സോഷ്യൽ മീഡിയക്കുള്ളിലാണോ എന്ന് തോന്നും. കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്. ഇവര് അവരുടേതായ സകല കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം വിളിച്ചു പറഞ്ഞ് കേരളം മൊത്തം അവരെ ഏത് തരത്തിലാണ് കണ്ടുപോകുന്നതെന്ന് എന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ അവരുടെ അവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരാനായിട്ട് പരിശ്രമിക്കുന്നുവോ അവന്റെ മനസ്സിന്റെ ആ ഒരു കണ്ണാടി എവിടെയാണോ അവൻ ദർശനം പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്നും അവനൊന്നുമല്ലാതെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇന്ന് രേണുസുതി. എല്ലാമായിട്ട് നിറഞ്ഞു നിന്നു ആടി. അതായത് ജീവിതം ഒരു നാടകമാണ്, ഇവിടെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. ഈ ആക്ടേഴ്സ് എല്ലാം നൈമിഷികമായ നിമിഷ നേരത്തേക്ക് മാത്രം ആടി തിമിർത്ത് തകർത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നാം ഒന്നുമല്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അപ്പോൾ ഇനി നമുക്ക് രേണുസുതിയിലേക്കൊന്ന് കടന്നുചെല്ലാം. രേണുസുതി ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു സഹോദരി തന്നെയാണ്. എന്തേ അവര് ഈ വിവാദങ്ങളിലൊക്കെ പെടാൻ കാരണം? ആവശ്യമുള്ളതും ആവശ്യമില്ല, എന്ത് എവിടെ എങ്ങനെ പറയണം എന്ന് വ്യക്തതയുണ്ടാവണം ഒരാൾ സംസാരിക്കുമ്പോൾ. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് വായി തോന്നുന്ന കോതക്ക് പാട്ട് എന്ന രീതിയിൽ വന്ന് വിളിച്ച് പറയാനുള്ള ഒരു ഇടമായിട്ട് കാണരുത്. നാം എന്ന വ്യക്തി, അല്ലെ ഞാൻ എന്ന വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് ചുറ്റുമുള്ളവർക്കും എന്നെ അറിയുന്നവർക്കും അറിയാത്തവർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷെ ഞാൻ എന്നെ തന്നെ എങ്ങനെയായിരിക്കണം ഞാൻ പൊതുസമൂഹത്തിന്റെ ഇടയിൽ പെരുമാറേണ്ടത്. അതുകൊണ്ട് നാക്കിന് നീളമുണ്ടെങ്കിൽ നാക്കിന് എല്ലിത്തിരി കൂടുതലാണെന്ന് പറയില്ലേ, ആ ഒരു പെരുമാറ്റം രേണുസുതിയിൽ കണ്ടുപോന്നിരുന്നു. സോഷ്യൽ മീഡിയ അവർക്ക് വിട്ടു നിൽക്കാനാവാത്തൊരിടമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നാക്കിന് എല്ലില്ലാതെ പറയുന്ന വർത്തമാനങ്ങൾ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് വന്നിട്ടില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ അവരുടെ സ്ഥിതിവിശേഷം എന്താ? കലാരംഗത്ത് നിറഞ്ഞാടുവാനായിട്ട് അവർ പരിശ്രമിച്ചു. സോഷ്യൽ മീഡിയയിലെ പ്രത്യേകിച്ച് മാധ്യമരായിട്ടുള്ള മാപ്രകളെല്ലാം
തന്നെ അവരോടൊപ്പം അവര് നാവ് പൊക്കിയാല് എന്താണ് അവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ മാപ്രകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഓരോരുത്തരും അവരുടെ പുറകെ തന്നെ നടന്നിരുന്നു. ഇന്ന് അവരെ ഏതാ സ്ഥിതിയെന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. രേണുസുതി മറ്റുള്ളവർക്ക് കുറെ അധികം റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനുള്ള കണ്ടന്റ്സ് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് എടുത്ത് രേണുസുതിയെ പറ്റി കണ്ടന്റ്സ് ചെയ്തിട്ടുള്ളവരിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ വളരെയധികം വിഷമമുണ്ട്, ഞാൻ അവരെ കുറിച്ച് വളരെയധികം കണ്ടന്റ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ വരുമാനത്തിലെ ഒരു വിഹിതം ഞാൻ അവർക്ക് ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ രേണുസുതിയിലേക്ക് തിരിച്ചു വന്നാൽ ഇന്നെന്താ അവരുടെ അവസ്ഥ? സോഷ്യൽ മീഡിയയിൽ അവർ സംസാരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഈ പല വിഷയങ്ങളൊന്നും എടുത്താൽ അതിനകത്ത് നമുക്ക് വിയോജിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരോട് യോജിക്കാവുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കുറവായിരുന്നിരിക്കാം, വിയോജിപ്പായിരിക്കും ഒരുപാട് പേർക്കും അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉണ്ടാവുക. അവര് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും. അപ്പൊ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ഉള്ളവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഈ അടുത്തിടെയാണ് അവര് ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു, എനിക്ക് രോഗം ക്യാൻസർ ആണെന്നോ. നോക്കണം, അവരതിനിടയിൽ പറയുന്നുണ്ട് 16 വർഷത്തിന് മുമ്പ് അവർക്ക് ബ്രസ്റ്റിൽ ഒരു ചെറിയ ഒരു തടിപ്പ് പോലെ വന്നു. ആ തടിപ്പ് പോലെ വന്നത് അവരത് കെയർ ചെയ്യാതെ കൊണ്ടു നടന്നു. ഈ 16 വർഷം കൊണ്ട് അത് ഇത്രയും വളർത്തി വലുതാക്കിയപ്പോഴേക്കും അവർക്ക് സ്വന്തം കുഞ്ഞിനെ കുറിച്ചോ സ്വന്തം കുടുംബത്തിനെ കുറിച്ചോ ഒരവബോധം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ആ ഒരു ചെറിയ തടിപ്പ് കണ്ടപ്പോൾ അത് കാര്യമാക്കാതെ പോയി? അതൊരു തെറ്റായ രീതിയായിരുന്നില്ലേ? 16 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ചെറിയൊരു തടിപ്പാണ് ഇപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എന്ന രൂപത്തിലേക്ക് വന്നിരിക്കണമെന്ന് പറയുമ്പോഴേക്കും, രേണു, നീ സ്വയം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇന്നത്തെ അവസ്ഥ വരുമായിരുന്നോ? സ്വയം കരുതലോടുകൂടി ആ 16 വർഷം മുമ്പ് കണ്ട ആ ഒരു തടിപ്പിനെ ഡോക്ടറെ സമീപിച്ചത് എന്താണെന്ന് അറിയാനായിട്ട് അന്നൊരു ശ്രദ്ധ ചെലുത്തി ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥാവിശേഷം ഇന്ന് കൈവരുമായിരുന്നോ? അപ്പോൾ ഇതാ എന്താണ് നാം ഓരോരുത്തരും അത് സാരമില്ല പിന്നെ അതിന്റെ പെയിനൊക്കെ വന്നു തുടങ്ങുമ്പോൾ മാത്രമാണ് ഓരോരുത്തരും അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുക. അപ്പോഴോ അതിന്റെ സ്റ്റേജും കടന്നിട്ടുണ്ടായിരിക്കും. ആരോഗ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ സമ്പത്ത്. മറിച്ച് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കി കൂട്ടിവെച്ചാൽ അതൊന്നും തന്നെ നമുക്ക് അന്നന്നത്തെ അന്നത്തിനുള്ള വക അത് ഈശ്വരനായിട്ട് അറിഞ്ഞൊരു ജോലി തന്നാലേ ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന വാചക കസർത്ത് നടത്തി മറ്റുള്ളവരുടെ ഇഷ്ടക്കേടും എടുത്തു വാങ്ങി പിടിച്ചു വാങ്ങി പലതും ഇഷ്ടക്കേടായ രീതിയിലുള്ള വർത്തമാനങ്ങളും പറഞ്ഞു പോകുന്നതല്ല നല്ലൊരു മാന്യതയുള്ള ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മം നല്ലതാണോ, അത് കർമ്മഫലം ഈശ്വരൻ തരുമെന്നുള്ളതാണ്. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് 24 മണിക്കൂറും വാചക കസർത്ത് നടത്തുവാനായിരുന്നു രേണു ശ്രദ്ധിച്ചിരുന്നത് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഈ 16 വർഷം കൊണ്ട് നടന്ന ആ ഒരു തടിപ്പ് ഇന്നത് വലിയൊരു അസുഖാവസ്ഥയിലേക്ക് രേണുവിന് തന്നെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റിയെടുത്തത് ആര് തന്നെയാണ്? അത് രേണു തന്നെയാണ്. ഇന്ന് തൻ്റെ റിതപ്പനെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന രീതിയിൽ ഈ പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിക്കുമ്പോഴേക്കും അത് അല്പം ശ്രദ്ധ സ്വയം ചെലുത്തേണ്ടതായിരുന്നില്ലേ എന്ന് ചിന്തിക്കാമായിരുന്നു. അപ്പോഴേ അടുത്ത് വന്ന് വീഡിയോ ചെയ്ത് പറയുന്നുണ്ട്, തനിക്ക് ക്യാൻസർ ആണ്, താൻ വളരെ ബുദ്ധിമുട്ടിലാണ്, ചികിത്സ ആരംഭിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഫസ്റ്റ് കീമോ തുടങ്ങി എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളെല്ലാം വീഡിയോയിലൂടെ പറയുന്നത് കേട്ടു. എന്ത് വീഡിയോ ചെയ്താലും അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യുന്നവരുടെ അനുഗ്രഹം കിട്ടട്ടെ, അസുഖം മാറാൻ പറയുന്നവര് വളരെ കുറവ് മാത്രമാണ്. നീ പോയി ചത്ത് തുളയടി എന്ന് വരെ അവിടെ കമന്റ് ചെയ്യുന്ന കുറെ അധികം വിഷവിത്തുകളാണ് ഉള്ളത്. ഒരു മനുഷ്യന് അയാൾ ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു രോഗാവസ്ഥയൊക്കെ വരുമ്പോഴേക്കും ആ രോഗാവസ്ഥയില് ഒരു താങ്ങായി നിൽക്കാനായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത്? കാരണം അസുഖം എന്നത് നമ്മൾക്ക് പ്രവചിക്കാനാവില്ല. നാളെ ഈ കമന്റ് ചെയ്തവർക്ക് അസുഖം വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഏതൊരാൾക്കും ഏതൊരു നിമിഷവും അസുഖം എന്നത് കയറി വരാവുന്നതാണ്. അപ്പോൾ ഒരു അസുഖത്തിന്റെ പിടിയില് അമർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിന് മാനസികമായ ഒരു പിന്തുണ, ഒരു വാക്കാൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വാക്ക് അവൾക്ക് കൊടുത്തുകൊണ്ട് അവളെ
ചേർത്ത് പിടിക്കുവാനാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവൾക്ക് ഒരു പക്ഷെ നിങ്ങളുമായി കണക്ട് ചെയ്യുമ്പോഴേക്കും, നിങ്ങൾ ഓരോരുത്തരുമായി കണക്ട് ചെയ്യുമ്പോഴേക്കും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ആ രേണുസുതി എന്ന് പറയുന്ന ആളുമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്നത്. അത് വിട്ടുകളയുക, അത് മറക്കുക. അവളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വർത്തമാനത്തിൽ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വേണ്ടാതീനം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പോകരുത്. കാരണം മാരകമായ ഒരു അസുഖത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഏതൊരാളായാലും അയാൾ ആഗ്രഹിക്കുന്നത് തനിക്ക് ഒരു മുന്നോട്ട് കരുത്താർജിച്ചു പോകുവാനാണ്. മനക്കരുത്താണ് അവരെ നിലനിർത്തുന്നത്. ആ മനക്കരുത്ത് അവൾ അഭ്യർത്ഥിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് കൊടുക്കാനായിട്ട് പൊതുസമൂഹം കൂടെ നിൽക്കുക, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ആ മാനസിക അവസ്ഥയ്ക്ക്. കാരണം ആടിപ്പാടി എല്ലായിടത്തും ചാടി ഓടി ഇനാഗുറേഷൻ, ഷോർട്ട് വീഡിയോ, അതിന് എത്രത്തോളം അണിഞ്ഞൊരുങ്ങി നടക്കാവോ, സ്വന്തം ശരീര സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാമോ, പല്ലിന്റെ സൗന്ദര്യം, മുടിയുടെ സൗന്ദര്യം, മുഖത്തിന്റെ സൗന്ദര്യം, അതിന് എവിടെയൊക്കെ പോയി എന്തെല്ലാം ചെയ്യാമോ, ഇതെല്ലാം തിരക്കി പിടിച്ച് ഓരോയിടത്തും നടന്ന് തൻ്റെ ആ ഒരു സൗന്ദര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോരോ പരിപാടിയും ഏറ്റെടുത്ത് അതിന്റെ പുറകെ ഓടി നടന്ന് തൻ്റെ കുഞ്ഞിന് താനെ ഭർത്താവില്ല, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത, കുടുംബത്തെ നോക്കാനുള്ള ഉത്തരവാദിത്തം, അതിനു വേണ്ടിയിട്ട് പണസമ്പാദനം, അതിനു വേണ്ടിയുള്ള തത്രപ്പാടും ഓട്ടപ്പാച്ചിലുമാണ് നാം കണ്ടത് രേണുവില്. എന്നാൽ ആ പെൺകുട്ടിയാണ് ഇന്ന് ഈ ഒരു ചെറിയ പ്രായം വലിയൊരു അസുഖത്തിന്റെ പിടിയിലെന്ന് നാം കേൾക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പൊതുസമൂഹത്തിനോട് ഞാൻ പറയുകയാണ്, എന്തെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ അവള് നിങ്ങളിൽ ആരെയെങ്കിലും കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാം മറക്കുക, പൊറുക്കുക. ഒരു മാരകമായ അസുഖം എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് നിമിഷവും നമ്മളിലേക്ക് എല്ലാവരിലേക്കും കടന്നു വരാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇനി ആ കുട്ടി ജീവനോടെ കരുത്താർജിച്ച് ആ കുട്ടിയുടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് താങ്ങും തണലുമായി മുന്നോട്ട് വരേണ്ടത് ഈ പൊതുസമൂഹത്തിന്റെ കൂടി ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കാതിരിക്കുക. അതിനോട് നല്ല രീതിയിൽ മാത്രം കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പലതും ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന വർത്തമാനം, ആ നാക്കിന്റെ നീളം കണ്ടിട്ടുണ്ട് ഒരാൾക്കും ഇഷ്ടപ്പെടാൻ കഴിയാത്ത രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ സമയത്ത് നിങ്ങൾ ആരും ഓർക്കരുത്. നിങ്ങൾക്ക് അവളോട് പൊറുക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവണം. അതിനൊപ്പം തന്നെ അവൾക്ക് മാനസികമായ ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു വാക്ക്, ഒരു കമന്റ് ആയിട്ട് ഇടുവാനാണ് നിങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം രോഗാവസ്ഥ കഠിനമായ അവസ്ഥയിലാണ്, ഭയങ്കര വേദന അനുഭവിക്കുന്ന രീതിയിൽ കീമോ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓരോ കീമോയും ചെയ്യുമ്പോഴും അവളുടെ ശാരീരികമായ അവസ്ഥകളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും, മുഖത്തിന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. അതൊക്കെ ഒരു പെൺകുട്ടി ഒരുപാട് ഷൈൻ ചെയ്ത് നടന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒന്നുമായിട്ടും നിങ്ങൾ ചെല്ലാതിരിക്കുക. അതാണ് എനിക്ക് പറയും. പലരും അവൾ ഇടുന്ന വീഡിയോയുടെ അടിയിൽ വന്ന് പറയുന്ന നാശം, ചത്ത് തുളയട്ടെ എന്നൊക്കെ രീതിയിലുള്ള കമന്റാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. രോഗം വന്നത് നന്നായി എന്നൊക്കെയുള്ള കമന്റ് ഒന്ന് ആലോചിച്ചു നോക്കൂ. നാം എല്ലാം മനുഷ്യരല്ലേ, മൃഗത്തിന്റെ രീതിയിലുള്ള മനസ്സ് കാണിക്കരുത്, മൃഗീയമായ ചിന്ത മനസ്സിൽ വെച്ച് പുലർത്തരുത്. നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നാളെ ഈ മാരകമായ അസുഖം നിങ്ങളിൽ ഓരോരുത്തരിലും വന്നാൽ നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് അസുഖം എന്നത് അതിന്റെ പിടിയിൽ അമരാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട. അത് നമ്മളെ ഓരോരുത്തരെയും, രേണുവിന്റെ തന്നെ ആ ഒരു ജീവിതം നിങ്ങളൊന്ന് പോപ്പപ്പ് ചെയ്താൽ മതി, ഒന്ന് പകർത്തിയാൽ മതി. അവൾ കടന്നുപോയ വഴികൾ ഇതുവരെയും സുധി അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാധാരണ ഒരു വിഭാര്യൻ ആയി. അപ്പോൾ ഭാര്യ, അതായത് അവള് സോറി വിഭാര്യനല്ല, ഭർത്താവില്ലാത്ത അവസ്ഥയാണ്. വിഭാര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയില്ലാത്ത അവസ്ഥയാണ്. ഇത് രേണുവിനെ സംബന്ധിച്ച് ഭർത്താവ് മരിച്ച അവസ്ഥയുണ്ടായി. അപ്പോൾ ആ ഭർത്താവ് മരിച്ച അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് അവളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ എന്ത് തന്നെയായാലും, ആരുടെ കൂടെ ആടിപ്പാടണമെങ്കിലും പാട്ട് പാടണമെങ്കിലും ഡാൻസ് കളിക്കണമെങ്കിലും ഒക്കെ അവൾക്ക് കഴിയുമായിരുന്നു. അവൾ അതിന് പറ്റുന്ന ഒരു മാനസികമായ അവസ്ഥ സെറ്റപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് എടുത്തു എന്ന് വേണം നമുക്ക് എഴുതാനായിട്ട്. പക്ഷെ അതിന് അവൾ ഒരുപാട് വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഏറ്റുപാടി. ഒരു വിധവയായ പെൺകുട്ടിയാണോ ഇത്തരത്തിൽ കിടന്ന് പൊതുസമൂഹത്തിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറെയൊക്കെ അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രേണുവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പക്വതയില്ലാത്ത പെരുമാറ്റമാണ്. ഇത്രയും പ്രായമുണ്ടെങ്കിലും ഒരു
എനിക്ക് തോന്നണം എന്താണേലും ഒരു 35 വയസ്സിന് മേല് കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രായത്തിലും പക്വതയില്ലാതെ പെരുമാറുന്ന ശൈലിയാണ് കണ്ടുവന്നത്. പക്വത എന്തെന്ന് ആ കുട്ടിക്ക് അറിയാമായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെ ആ സുധി എന്ന വാല് രേണുവിനോടൊപ്പം ചേർന്നപ്പോഴാണ് കലാരംഗത്തേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് രേണു കയറി വന്നത്. ആ രേണുവിന്റെ വായിൽ നിന്നുള്ള ആ നാക്കുണ്ടല്ലോ, ആ നാക്കിന് ഇത്തിരി നീളം ഭയങ്കര കൂടുതലായിരുന്നു. എവിടെ എന്ത് എങ്ങനെ സംസാരിക്കണം, ആരുടെ മുന്നിൽ, മുതിർന്നവരോടാണ് സംസാരിക്കുന്നെങ്കിൽ അവരോടൊരു മാന്യതയോടുകൂടി സംസാരിക്കുക. ഒരു വീട്, ഇവരോടുള്ള സഹതാപം. രേണുവിന്റെ ഹസ്ബൻഡായ കൊല്ലം സുധി മരിച്ചപ്പോഴേക്കും ആ കൊല്ലം സുധിയുടെ മക്കൾക്ക് ഒരു സംരക്ഷണം നൽകേണ്ടത് പൊതു സമൂഹത്തിന്റെ ബാധ്യത എന്ന രീതിയിൽ സമൂഹം തന്നെ ഏറ്റെടുത്താണ് സമൂഹത്തിൽ അത്യാവശ്യ നിലയും വിലയുള്ള ആൾക്കാരെ അവൾക്ക് ആ ഒരു വീടൊരുക്കി കൊടുത്തത്. ആ വീട് കൊടുത്തതിന് ശേഷം അവൾ എന്താ പറഞ്ഞ, അവരോട് ഒരു നന്ദി, ദൈവമേ ഞാൻ എന്നും ഇതിന് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ സുരക്ഷിതമായ ഒരിടം, ഒരു ഭവനം എനിക്ക് ഉണ്ടാക്കി തന്ന ആ ഒരു ഒരു മനുഷ്യൻ ആരായിരുന്നാലും അത് തീർച്ചയായിട്ടും സമൂഹം തന്നെ ഏറ്റെടുത്താണ് സമൂഹത്തിൽ അത്യാവശ്യ നിലയും വിലയുള്ള ആൾക്കാരെ അവൾക്ക് ആ ഒരു വീടൊരുക്കി കൊടുത്തത്. ആ വീട് കൊടുത്തതിന് ശേഷം അവൾ എന്താ പറഞ്ഞ, അവരോട് ഒരു നന്ദി, ദൈവമേ ഞാൻ എന്നും ഇതിന് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ സുരക്ഷിതമായ ഒരിടം, ഒരു ഭവനം എനിക്ക് ഉണ്ടാക്കി തന്ന ആ ഒരു മനുഷ്യൻ ആരായിരുന്നാലും ആ മനുഷ്യനോട് നന്ദിയോടുകൂടി ഞാൻ എന്നും സ്മരിക്കുകയാണ് എന്ന് പറയാതെ അതിൻ്റെ പേരിൽ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് എന്തെല്ലാം സ്ഥലം കൊടുത്തവരോട്, വീട് കൊടുത്തവരോട് ഒക്കെ ആക്രോശിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നതൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ആ അധ്യായത്തിന്റെ അതിന്റെ ആ ഒരു സാധ്യതയും അതിന്റെ ഇമ്പോർട്ടൻസും കഴിഞ്ഞു. ഇന്ന് അവൾ ഒരു വലിയ അസുഖത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഒരാള് പോലും അവളോട് ഇനിയെങ്കിലും വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ് അവളുടെ മനസ്സിനെ തളർത്തരുത്. അവൾ വിജയിച്ച് ഈ രോഗത്തിൽ നിന്നും, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു രോഗത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായ പിന്തുണയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏറ്റവും വേണ്ടത്. അത് ഞാനിനി ഒരു കാര്യം പറയാം. ഇത്രയും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുമ്പോൾ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും. എന്നെ അറിയാനായിട്ട്, ഞാൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു അധ്യാപികയാണ്. ഇഗ്നോ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG ക്ലാസ്സുകൾ എടുത്തു പോന്നിട്ടുണ്ട്. അതുപോലെ 6 മാസം കൊണ്ടുള്ള +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പാരമ്പര്യമാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് എല്ലാവരോടും കൂടി, നമ്മുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാവരോടും കൂടിയുള്ള ഒരു റിക്വസ്റ്റായിട്ടാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് അവളുടെ നേരെ ഇനിയെങ്കിലും നിങ്ങളിലുള്ള ആക്രോശങ്ങൾ നിർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം അവളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കാനുള്ള പ്രാർത്ഥന എല്ലാവരും വെക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ നേരിട്ട് അറിയാത്തൊരു കുട്ടിയാണ്. ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് രേണുവിൻ്റെ വീഡിയോസ് കാണുമ്പോഴേക്കും ഭയങ്കരമായ ദേഷ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് പറയുന്നു? ഒരു പൊതു വേദിയിലിരുന്ന് സംസാരിക്കുന്ന പോലെയല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറാൻ നേരമില്ലാതെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് സംസാരിക്കുന്നത്? ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ? സ്വന്തം കുടുംബത്തിൽ ശ്രദ്ധിച്ചുകൂടെ? കുറച്ച് പ്രൈവസി ആഗ്രഹിക്കില്ലേ എല്ലാവരും? എന്തുകൊണ്ട് രേണു അത് ചെയ്യുന്നില്ല? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ആ കുട്ടിക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായൊരു സാഹചര്യത്തിലൂടെയാണ് ഈ രേണു കടന്നു പോകുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. ശക്തിയാണ്, ഒരാ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് വേണ്ടി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ വീഴ്ചയിൽ, അതുപോലെ ഒരാൾക്കൊരു രോഗം വരുമ്പോൾ ഇങ്ങനെ ആനന്ദിക്കുന്ന ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒരു ആസ്വാദനമായി കാണുന്നത് ഒരു മനുഷ്യന് ചേരുന്ന പണിയാണോ? ഞങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ ബെറ്റർ ആയിരിക്കും അല്ലേ? ഇത്തരത്തിലുള്ള മാരകാസുഖം നാളെ നമ്മുടെയൊക്കെ വീടുകളിൽ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഇങ്ങനെ വേണ്ടാതിന്നുള്ള കമന്റ് അവളുടെ വീഡിയോക്ക് താഴെ വന്നിടുന്നേ? ശരിയല്ലേ? പുഞ്ചിരി തൂകി നമ്മുടെ മുന്നാകെ നടന്നു പോയ പലരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടോ? അവരും പല അസുഖങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന പലരും ഇന്ന് മണ്ണിനടിയിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഒരു മനസ്സുണ്ടാവണം. മറ്റുള്ളവർക്ക്, കൂടെയുള്ളവർക്ക്, നാം അറിയാത്തവരാണെങ്കിൽ പോലും അവർക്കൊരു മാരകമായ അസുഖമാണെന്ന് കേൾക്കുമ്പോൾ അതിനോട് പ്രാർത്ഥനാപൂർവം ആ അസുഖം മാറ്റിക്കൊടുക്കണേ ദൈവമേ എന്ന് പറയുവാനും അവർക്ക് മോറലായിട്ട് നല്ലൊരു പിന്തുണ കൊടുക്കുവാനും ഒരു ഇച്ഛാശക്തി പകർന്നു
മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥയുള്ളയാളെയാണ് നാം മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിലോ അയാൾ മൃഗതുല്യനായിരിക്കും. അതുപോലെ തന്നെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ കണ്ടിട്ടുള്ള പലരും നാം ഇന്ന് ഒന്ന് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്താൽ അറിയാം, അവിടെ എത്രത്തോളം ആരോഗ്യത്തോടെ നിന്ന ആൾക്കാരാണ് പലരും ഇന്ന് അവിടെയുള്ള ഓരോ മുറിയിലെയും കിടക്കയിൽ കിടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അസുഖം എന്നത് അതിന്റെ പടിവാതില് നമുക്കറിയില്ല അതെപ്പോഴാണ് തേടി വരുന്നത് എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം ദൈവത്തില് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം, ദൈവമേ എനിക്ക് നൽകിയ ഈ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു, ഒരു അസുഖത്തിന്റെ പിടിയിലും അമർച്ച ചെയ്യാതെ എന്നെ എന്നെന്നും നല്ല രീതിയിൽ ജീവിക്കുവാൻ അനുവദിക്കണേ. അതേപോലെ തന്നെ എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, സമസ്ത ജീവജാലങ്ങൾക്കും സുഖവും സന്തോഷവും ആരോഗ്യവും കൊടുക്കണേ എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം നിങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകേണ്ടത്. ഇതിനിടയിൽ നിങ്ങളൊരു കറുത്ത പിക്കുണ്ട്, ഒരു കറുത്ത ഫ്ലവർ തന്നെ. ഇത് ഇന്ന് രേണുവിൻ്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇരുണ്ട ചില ദിനങ്ങളാണ്. അതിന്ന് രോഗാവസ്ഥയിലാണ് രേണുവിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ആ കറുപ്പിൽ നിലനിൽക്കുന്ന രേണുവിൻ്റെ മനസ്സിനെ വെളുപ്പിൻ്റെ പ്രകാശത്തിൻ്റെ പുതിയ ലോകത്തേക്ക് കൈപിടിക്കുവാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നതാണ്. അതിനുവേണ്ടിയാണ് ആ കറുത്ത പൂവിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിന്തിക്കുക, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇത്രക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഹങ്കരിക്കരുത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ പ്രൗഢിയും നിങ്ങളുടെ പദവിയും നിങ്ങളുടെ പത്രാസും നിങ്ങളുടെ മുഖസൗന്ദര്യവും ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്നതാണ് എന്ന ചിന്ത നിങ്ങൾ ആവർത്തിച്ചു മനസ്സിൽ കീപ്പ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അതിനനുസരിച്ച് മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കാനും ശീലിക്കാവൂ. മറ്റുള്ളവർക്ക് വേദന വരുമ്പോൾ ദുഃഖിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും അവരുടെ വേദനയിൽ ഒരിക്കലും സന്തോഷിക്കാൻ നിൽക്കരുത്. മൃഗതുല്യമായ മനസ്സുള്ളവർ, മ്ലേച്ഛമായ മനസ്സുള്ളവർക്കും മാത്രമേ ഇത്തരത്തിൽ ചെയ്യാൻ കഴിയൂ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മനസ്സ് ശരിക്കും ഒരു അഹങ്കാരിയുടേതുമായിരിക്കും ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്നത്. ചത്തു തൊലയട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരുടെ കാര്യമാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. അത്തരക്കാരുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും മാറാതിരിക്കുക. ചിന്തിക്കുക, നീ എന്ന വ്യക്തി, നിങ്ങളിൽ എന്തൊക്കെ ഗുണമുണ്ടെങ്കിലും നിങ്ങൾക്കൊരു മനുഷ്യത്വം എന്ന ഗുണമില്ലാത്ത വർത്തമാനങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ തന്നെ ക്യാൻസർ പിടിച്ചിരിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. ശരീരത്തിന് ക്യാൻസർ പിടിക്കുന്നതിനേക്കാൾ മഹാകഷ്ടമാണ് വാക്കുകളിലൂടെ ഛർദ്ദിക്കുന്ന ആ ഒരു ക്യാൻസറിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പൊതുസമൂഹത്തിലെ ആരായാലും അസുഖത്തിൻ്റെ പിടിയിൽ അമരുമ്പോൾ നിങ്ങൾക്ക് അവരെ പരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും അവരോട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അവരുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള ഒരു വർത്തമാനവും പറയാതെ, നിങ്ങൾക്ക് വിഷമം ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് ദുഃഖമില്ലായിരിക്കാം, പക്ഷെ എന്ന് വെച്ച് അവരുടെ വിഷമത്തെ കാണാതെ രീതിയിൽ, അവരെ ഇകഴ്ത്തുന്ന രീതിയിൽ, മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള വാക്കുമായി നിൽക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രേണുസുതി ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. എല്ലാവർക്കും നമസ്കാരം. നാളെ എൻ്റെ കീമോ തുടങ്ങുകയാണ്. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ റിതപ്പനെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന രീതിയിൽ പറഞ്ഞ വീഡിയോയിൽ വന്നാണ് ഓരോരുത്തരും തെറി പറയുന്ന രീതിയിൽ കമൻ്റ് ഇട്ട് പോയത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയും ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം മനസ്സ് വെച്ച് നിങ്ങളുടെ ഒരു മനുഷ്യത്വം ഓരോരുത്തരിലും ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. താങ്ക് യു.